പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ കൊച്ചു തോട്ടാണിത്. അപ്പോൾ അവിടെ നിത്യവഴുതനങ്ങ നട്ടിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി അത് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പറിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഇതിന് തോരനും കൂടി ഉണ്ടാക്കണം. നമുക്കിത് പറിക്കാം. പിന്നെ അത് മാത്രമല്ല നമ്മുടെ തോട്ടത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം. ചെറുതാണ്. വെണ്ടക്കൊക്കെ ഒത്തിരി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ളതാണ് ഇത്. അപ്പോൾ അതുകൂടെ ഒന്ന് പറിക്കാമെന്ന് കരുതി. ഇത് മാത്രമല്ല ഇത് പൊട്ടിക്കുണ്ടല്ലോ, അപ്പോൾ അതുകൂടെ ഉണ്ട്. അതൊക്കെ ഒത്തിരി ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി ഇത് ഒന്നിങ്ങനെ ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് പറിക്കുകയാണ്. ആഴ്ചയിലൊക്കെ വെച്ചിട്ടില്ല. ഇത്രയാണ് കേട്ടോ നിത്യവഴുതനങ്ങ കിട്ടിയിട്ടുള്ളത്. നമുക്ക് വറക്കാനുള്ള തോരൻ വെക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെയുണ്ട്, ഒരുപാടുണ്ട് കേട്ടോ, ആവുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കുറച്ച് വലുതായിട്ടാകുമ്പോൾ മാത്രമേ പറിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും ഏകദേശം കുറച്ച് വലുതായിട്ട് നിങ്ങൾ പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിത്യവഴുതനങ്ങയൊക്കെ പറിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആണ് കുട്ടികളൊക്കെ ഇതങ്ങനെ സൈക്കിൾ ഓടിക്കുന്നുണ്ട്. ഇലേനെ അമ്മയൊക്കെ സൈക്കിൾ ഓടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് സൈക്കിൾ ഓടിക്കാന്ന്. അപ്പോൾ അവൾ പോയിട്ട് വന്നതിന് ശേഷം ഞാനൊന്ന് ഓടിക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ നമ്മുടെ സൈക്കിളോട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ തോരൻ ഉണ്ടാക്കാൻ പോകാം. നിത്യവൈദ്യങ്ങൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചുവന്ന ഉള്ളിയും അതുപോലെ തന്നെ 2 പച്ചമുളകും, അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ കുറച്ച് തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഞാനിതിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ റൗണ്ട് ഷേപ്പിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് ഇതിലാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം. നീളത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കാം. പാത്രത്തിലോട്ട് ഞാനിത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ അടുത്ത് കറിവേപ്പില ഉണ്ടായിട്ടില്ല, അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം ഇത് തേങ്ങേൻ്റെ കൂടെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ആ പച്ചമുളക് ഉണ്ടല്ലോ അതുകൂടെ അരച്ചെടുക്കും തേങ്ങേൻ്റെ കൂടെ. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന നിത്യവഴുതനയും കൂടി ഇട്ട് കൊടുക്കാം. ോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കണ്ട. ഞാനിവിടെ മിക്സിയുടെ ജാറിലോട്ട് ഇത്തിരി തേങ്ങ ഇട്ട് കൊടുക്കണം. ഞാൻ ഇത് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്, അത്രയും വേണ്ട, നിങ്ങൾക്ക് കുറച്ച് അളവ് കുറക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് നേരത്തെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ചുവന്നുള്ളി, അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇട്ടിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ തോരനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി, മൂടി വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി. വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ സാധാരണയായിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല. ഏത് തോരൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാതെ തന്നെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലോട്ടിട്ട് അടച്ചു വെച്ചിട്ടാണ് അങ്ങനെ വേവിച്ചെടുക്കാറുള്ളത്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ തേങ്ങയും അതുകൂടെ ഒന്ന് ശരിയായിട്ട് വരാൻ വേണ്ടിയിട്ട്, മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ തോരൻ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നിത്യവഴുതനങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്കിത് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ ബൈ.